നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുത്തിശ്ശേരി ചന്തയിലെ വീഡിയോ ആണ്. ഇന്ന് ശനിയാഴ്ച രാവിലെ 7 മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് ചന്ത ആക്റ്റീവായിട്ട് വരുന്നതേ ഉള്ളൂ. നല്ല വളർത്തുകുട്ടികളെല്ലാം വന്നിട്ടുണ്ട്. പോത്തുകുട്ടിയിൽ നിന്ന് 2 ലോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ് ഇവിടെ ചന്ത. രാവിലെ 7 മണി മുതൽ. നല്ല മഴയുണ്ട്. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ചന്തയാണ്. ചന്ത പഴയതുപോലെ ആക്റ്റീവായി വരാൻ ഇനി കുറച്ച് സമയമെടുക്കും. നല്ല മുരിക്കുട്ടികളും പൈക്കുട്ടികളും കറവെള്ള പശുക്കളൊക്കെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ചന്ത തുടങ്ങിയതേ ഉള്ളു. പോത്തുകുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഈ പോത്തുകുട്ടികൾക്കൊക്കെ മേനി വില 23, 21 ചോദിക്കുന്നത്. ഓരോ പോത്തുകുട്ടികൾക്കും 21,000, 23,000 ഒക്കെയാണ് ഓരോ കുട്ടികൾക്കും ചോദിക്കുന്നത്. ചെറിയ കുട്ടികളും പോത്തുകുട്ടികളൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ പോത്ത് നിൽപ്പുണ്ട്. 21, 23 അവർ ചോദിക്കുന്ന ഓരോന്നിനും. അത്യാവശ്യം വലിപ്പമുള്ള പോത്ത് തന്നെയാണ്. എവിടെയും വളർത്തുകുട്ടികളാണ് നിൽക്കുന്നത്. 17 രൂപ, 18 രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികളും ഈ ഭാഗത്തുണ്ട്. ഇതൊക്കെ ഇന്ന് രാവിലെ വന്ന ലോഡാണ്. രാവിലെ വന്ന പോത്തുകുട്ടികളാണ്. വെള്ളവും തീറ്റയൊന്നും തിന്നാതെ നിൽക്കുന്നതുകൊണ്ടാണ് 2 ദിവസത്തെ യാത്രാക്ഷീണം എല്ലാം ആയിട്ട് നിൽക്കുകയാണ്. ചെറിയ കുട്ടികളുമുണ്ട്. ഒരു 12 രൂപ, 13 രൂപ ആ റേഞ്ചിലൊക്കെ ഇന്ന് പോത്തുകുട്ടികളെ ചന്തയിൽ കിട്ടും. അങ്ങോട്ട് 2-3 മാസത്തേക്ക് പോത്തുകുട്ടികൾക്ക് അത്യാവശ്യം വിലയുണ്ടാകും. തീരെ പറ്റ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു 10-12 രൂപയ്ക്കൊക്കെ ഇന്ന് ചന്തയിൽ കിട്ടുന്നുണ്ട്. വലിപ്പം അനുസരിച്ച് അതിൻ്റെ ഓരോന്നിൻ്റെയും വില മാറും. ഇവിടെ ഒരു 3 കുട്ടികൾ കൂടെ അവർ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ 15 മേനി വെച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് 15 മേനിക്ക് നടക്കാൻ ചാൻസ് ഇല്ല. ഇവിടെ 2 കുട്ടികളെ വാങ്ങിയിരിക്കുകയാണ്. 2 പോത്ത് കുട്ടികളെ വാങ്ങിയിരിക്കുകയാണ്. 23 രൂപ മേനിയാണ്. 23,000 രൂപ മേനി 2 കുട്ടികളെ വാങ്ങിയിരിക്കുകയാണ്. പോത്ത് കുട്ടികളെ താഴ്ന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അവിടെ എല്ലാം ഷെഡിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. കറവെള്ള പശുക്കളൊക്കെ വാങ്ങി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ 11,500 മേനിയായി ആ 2 ഓരോ കുട്ടികൾക്കും, ചെറിയ കുട്ടികൾക്ക്. ഇവിടെയും കുറച്ച് കുട്ടികളെ അത് മിക്കവാറും അവർ മേടിക്കും. 15 രൂപ മേനിയാണ്. 3 വലിയ പോത്തുകൊണ്ട് ഈ ബേക്കുന്ന പറഞ്ഞ ചെറിയ കുട്ടിയാണത്. അത് 16 രൂപ ആയിട്ടുണ്ട്. ഇതാണ് അവർ 11.5 മേനി വെച്ച് മേടിച്ച കുട്ടികൾ. രണ്ടും കൂടി 23 രൂപ എന്നാണ് പറഞ്ഞത്. 23,000 രൂപ. അവർ കൊമ്പും തലയും ചെവിയൊക്കെ നോക്കുന്നുണ്ട്, മുറിവുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ 23 രൂപ കുട്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കുട്ടി അവർ കച്ചവടമാക്കിയിരിക്കുകയാണ്. ഒരു മീഡിയം സൈസ് 3 കുട്ടികളും ഒരു ചെറുതുമാണത്. ഇവിടെ നല്ല സൈസ് കുട്ടികൾ നിൽപ്പുണ്ട്. അതിനൊക്കെ അവർ 23, 25 രൂപയൊക്കെ ചോദിക്കുന്നുണ്ട്. അവരുടെ ചോദ്യമാണ്. നമുക്ക് മുതലാവുന്ന വില നമുക്ക് ചന്തയിൽ പറയാം. അവർക്കൂടെ മുതലായ തരും. ഇവിടെ ഒരു കറവയുള്ളൊരു പശു നിൽപ്പുണ്ട്. 47 രൂപ ചോദിക്കുന്നുണ്ട്. 47. അവിടെ കുറച്ച് മൂരിക്കുട്ടികൾ വന്നിട്ടുണ്ട്. എന്നൊരു മൂരിക്കുട്ടി കിട്ടുകയാണെങ്കിൽ വാങ്ങണം. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു മൂരിയാണ്. കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. ചെറിയ പോത്ത് കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. ഈ കറുത്ത മൂരിക്ക് ഞാനൊരു 6,500 പറഞ്ഞിട്ടുണ്ട്. അവർ 10 രൂപ കുറച്ച് തരില്ലെന്നാണ് പറയുന്നത്. നല്ലൊരു പോത്തുകുട്ടി തന്നെയാണ്. മൂരിക്കുട്ടിയാണ്. വളർത്താൻ പറ്റിയ നല്ലൊരു മൂരിക്കുട്ടിയാണ്. ഒരു 10 രൂപ കുറഞ്ഞ് തരില്ലെന്നാണ് പറയുന്നത്. 6,500 പറഞ്ഞു. ആ ചെറുതിന് 6,000 രൂപ ചോദിക്കുന്നുള്ളൂ. ഈ ചെറിയ മൂരിക്കുട്ടിക്ക് 6,000 രൂപ പറയുന്നുള്ളൂ. പക്ഷെ അത് തീരെ ചെറിയ കുട്ടിയായിപ്പോയി. ഇന്ന് വന്ന ലോഡിൽ ബാക്കി നിൽക്കുന്ന കുട്ടികളാണ്. അവരവിടെ വിറ്റ് തീരുന്നതനുസരിച്ച് ഇവിടെ നിന്ന് അഴിച്ചങ്ങ് ചന്തയ്ക്ക് അകത്തോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു മണിക്കൂറാവത്തേ ഉള്ളൂ അവർ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട്. അതിൻ്റെ ക്ഷീണം കാണാനുണ്ട്. വയറൊക്കെ ചൊട്ടിക്കിടക്കുകയാണ്. വെള്ളവും കച്ചിയൊന്നും കൊടുത്തിട്ടില്ല. അവർ നേരെ ചന്തയിലേക്ക് ഞാൻ കയറ്റിയായിരുന്നു. നല്ല കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. കൊമ്പും തലയൊക്കെ വൃത്തിയുള്ള നല്ല കുട്ടികൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെയും വന്ന് സെലക്ട് ചെയ്ത് അവരൊക്കെ കാണിക്കാം. അവരതിൻ്റെ വില പറയും. അവരുടെ കയ്യിൽ നിൽക്കുന്ന കുട്ടികളെ വേണമെങ്കിലും നമുക്ക് നോക്കി നല്ല കുട്ടികളെ എടുക്കാൻ കഴിയും. അത്യാവശ്യം നല്ല കുട്ടികൾ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്.
ഇനി അടുത്ത ആഴ്ച തൊട്ട് ഇഷ്ടംപോലെ ലോഡ് പോത്തുകുട്ടികൾ വരുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത ചന്ത വരുന്നത് തിങ്കളാഴ്ചയാണ്. 24-ാം തീയതി തിങ്കളാഴ്ചയാണ് അടുത്ത ചന്ത വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ടൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. തിങ്കളാഴ്ചയും ബുധനാഴ്ചയൊക്കെയാണ് ഇനി ചന്ത അടുത്തടുത്ത് വരുന്നത്. ഇവിടെയും കുറച്ച് പോത്തുകുട്ടികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. ഒരു പശുവാണ്, കറവയുള്ള പശുവാണ്. ഞാൻ ഒരു മൂരിയായിരിക്കുന്നത്. ഇവിടെ ഒരു HF-ൻ്റെ മൂരി, ഒരു ഗിയറിൻ്റെ മൂരി എന്താ ഇവിടെ ഈ സൈഡിൽ നിൽക്കുന്നുണ്ട്. അത് കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. കച്ചവടത്തിനുള്ളായിരുന്നു അവർ ചന്തയ്ക്കകത്തോട്ട് കൊണ്ടുവന്നതായിരുന്നു. ഇത് അവർ വാങ്ങി കെട്ടിയതാണെന്ന് തോന്നുന്നു. ഞാൻ കിളിമാനൂർ ചന്തയിലെ വീഡിയോ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. ആ മൂരിക്കുട്ടിയെ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഇതിനാണ് ഞാൻ 6.5 രൂപ വരെ പറഞ്ഞു ഈ കറുപ്പിന്. പക്ഷെ നല്ല ഹൈറ്റ് കിടന്നീളമുണ്ട്. അവർ ഇറച്ചി വെട്ടുകാർ അത് ഈ കൂട്ടിയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് വെട്ടാനല്ല, നമുക്ക് വളർത്താനാണ് ചോദിച്ചത്. അപ്പോൾ ഒരു 10 രൂപ താത്ത് തരൂലെന്ന് പറഞ്ഞത്. ചിലപ്പോൾ ഒരു 8-9 രൂപയ്ക്കൊക്കെ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. 9,000 രൂപയ്ക്ക് അടുത്തൊക്കെ ഒരു ഇറച്ചിയുടെ വില അനുസരിച്ചാണ് കൊടുക്കണം. ഇനിയിപ്പോൾ 2-3 ആഴ്ചയുടെ കഴിഞ്ഞ് നോക്കാം, അല്ലെങ്കിൽ നൈനാമല ചന്തയ്ക്ക് പോകുമ്പോൾ എടുക്കാമെന്നുള്ള ഇതിലാണ്. ഇവിടെ 2 പോത്തുകുട്ടികളെ അവർ വാങ്ങി നിർത്തിയിരിക്കുകയാണ്. വിലഭാഗം കറക്റ്റായിട്ടില്ല. അടുത്ത കുറേ കുട്ടികളെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് ചൂണ്ട ഹുസൈനിക്കൊക്കെ കാണുന്ന ലോഡ് വന്നത്. വേറെ ആർക്കും ലോഡ് വന്നിട്ടില്ല. പിന്നെ കുറച്ച് വേറെയുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പോത്തുകുട്ടി ഏകദേശ കച്ചവട മട്ടം ആയിരിക്കുകയാണ്. 14,500 പറഞ്ഞത്. അവിടെ ഒരു വെള്ളപ്പോത്ത് നിൽപ്പുണ്ട്. പോത്തുകുട്ടിയാണ്. കൊള്ളാൻ നല്ല വൃത്തിയുള്ളൊരു കുട്ടി തന്നെയാണ്. ആ മൂരി അവർ വാങ്ങിയിരിക്കുകയാണ്. അവർ 30 രൂപ കുറഞ്ഞ് കൊടുക്കില്ലെന്നാണ് പറഞ്ഞത്. ആ മൂരി ഈ പോത്ത് ഇതുവരെയായിട്ട് കച്ചവടം ആയിട്ടില്ല. ഓരോരുത്തർ സംസാരിക്കുന്നുണ്ട്. 16 രൂപ 17 രൂപ കൂട്ടി ആരും പറയുന്നില്ല. ഒരു 23-25 ഓരോന്നിന് ചോദിച്ചത്. ഇവിടെ 2 വലിയ പോത്ത് നിൽപ്പുണ്ട്. അത്യാവശ്യം നല്ല മീറ്ററുള്ള 100 കിലോയ്ക്ക് മേളിൽ മീറ്റുള്ള പോത്താണ് നിൽക്കുന്നത്. അവർ 45 രൂപ കുറഞ്ഞ് കൊടുക്കില്ലെന്നാണ് പറഞ്ഞത്. ഒരെണ്ണം 45,000 രൂപ കുറഞ്ഞ് കൊടുക്കില്ലെന്നാണ് പറയുന്നത്. 42 രൂപ 43 രൂപയൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേ കുറച്ച് അവർ കൊടുക്കില്ലെന്നാണ് പറയുന്നത്. വളർത്താനും ഇറച്ചിയാവശ്യത്തിനും പറ്റിയ പോത്ത് തന്നെയാണ്. 45 രൂപ കുറഞ്ഞ് കൊടുക്കില്ല. ഇവിടെ ഒരു പോത്തുകുട്ടി ഇപ്പോൾ ഉണ്ട്. 17 രൂപ ചോദിക്കുന്നുണ്ട്. 16-ാം നമ്പറിന് 17 രൂപ ചോദിക്കുന്നുണ്ട്. 17 രൂപ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു പോത്തുകുട്ടി ഇപ്പോൾ ഉണ്ട്. 15 രൂപ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു പോത്തുകുട്ടിയുടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ 16 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. 16 രൂപയ്ക്ക് കൊടുക്കില്ലെന്നാണ് പറഞ്ഞത്. 16 അവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കയറ്. 16,500 ആയിട്ടുണ്ട്. 16,500 കൊടുക്കില്ലെന്നാണ് പറഞ്ഞത്. 19 രൂപ കുറച്ച് കൊടുക്കില്ലെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഒരു 17 രൂപയ്ക്ക് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. 16,500 പറഞ്ഞു. അവർ താമസിക്കുന്നില്ല. കയറ് തിരിച്ച് മേടിച്ചു. 17 രൂപയ്ക്ക് ചിലപ്പോൾ അത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ 2-3 മാസത്തേക്ക് ചന്തയിൽ പോത്തുകുട്ടികൾക്ക് വിലയാണ്. നല്ല കുട്ടികളെ സെലക്ട് ചെയ്തെടുക്കുക. അതായത് ഇവിടെ ഇഷ്ടംപോലെ കുട്ടികൾ നിൽപ്പുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, മഴ ആയതുകൊണ്ട് വീഡിയോ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോട് ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോയുമായി കാണും വരേക്കും ഓക്കെ, ബായ്.